ഇജ്ജിപ്പോ എന്താ ഇവിടെ? ഞാന് വൃത്തിയാത്താർന്ന് വരികയാണേ. അപ്പൊ ഞാനാ തോട്ടിയൊക്കെ മീൻ ഉണ്ടാകുന്ന നോക്കാണ്ടി പോയതാണ്. അല്ലാതെ വെറുതെ എടുക്കാൻ വന്നല്ല വേണ്ട. അതുപോലെ മനസ്സിലായിക്കണ്. താനും പറഞ്ഞായിരുന്നു ഒരു കപ്പൂളും ചായയൊക്കെ തന്നപ്പോ വയറ് കൊളത്തി പിടിക്കുക. വെട്ടിമുണിണ്ടാവും. വൃത്തിയാത്താടെ പോയപ്പോളേ വൃത്തിയാത്താന്റെ അമ്മ ഉണ്ടല്ലോ, അമ്മക്ക് വെച്ചാതെ കിടക്കല്ലേ. അപ്പൊ ആ അമ്മാന്റെ അവിടുത്തെ വൃത്തിയാത്താന്റെ നാട്ടുമാര് 3 നാട്ടുമാര് വന്നിട്ടുണ്ട്. അമ്മാനെ നോക്കാണ്ടി വന്നിട്ട് 1 മാസം ആവാനായി. അങ്ങനെ കൊറേ വർത്താനം പറഞ്ഞു. അപ്പൊ മോനെ ഈ നാട്ടുമാര് 3 ആളും വന്നിട്ടാ. 3 ആളും വന്നിട്ട് പാവാറൊക്കെയാത്താണ്ട് അത്ര മോനും അടിച്ചോരലും അതും പെണ്ണുങ്ങള് 3 ഒരു ചൂലെടുത്ത് പിന്നീട് അത്രേ കാണാൻ വേണ്ടി കണ്ടുപിടിക്കാൻ വേണ്ടി. ഒരാള് ഉമ്മാനെ നോക്കാന്ന് പറഞ്ഞിട്ട് അവിടെ നിക്കുക. ഒരാള് തലവേദന വെച്ച് കിടക്കുന്നുണ്ട്. മറ്റോൾക്കാണെങ്കിൽ എന്താണ് ഊരൊക്കെ വെച്ചാണ്ട് കിടക്കുക. അളത്തിയോള് നാണാ പറയാണ്. ആ അമ്മാന്റെ പേരും പറഞ്ഞിട്ട് വെക്കാത്താനെ കൊണ്ട് എന്തേ പണിയെടുപ്പിക്കുന്നുണ്ട്. ഞാൻ ചെന്നപ്പോ റുക്കാത്ത പറഞ്ഞു, പിന്നെ അപ്പൊ ഒന്നും പറയണ്ട, എന്റെ അമ്മ ഉണ്ടാകാ വെച്ച്. അപ്പൊ ഞാൻ എന്തിനാച്ചി എന്റെ അമ്മാനെ കൊണ്ട് എന്തെങ്കിലും അവിടെ വെറുതൊക്കെ ഉണ്ടല്ലോ കൊത്തി അതൊക്കെ ആക്കാനാണ്. അപ്പൊ ഞാൻ പറയും നിങ്ങളെ നാത്തുമാരൊക്കെ അല്ലേ വന്നിക്കണ ഓരോ കൊണ്ടൊക്കെ ചെയ്യിപ്പിച്ചോടെ. അപ്പൊ മമ്മി മോൻ അപ്പൊ മോനെ മുണ്ടല്ലേ ചേച്ചി മുണ്ടല്ലേ മുണ്ടിണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതാ വിചാരിക്കും. ഒന്നും മേലെ വീടത്രേ. ചോറും ചായയൊക്കെ തിന്നു. ആ പാത്രം ഉണ്ടത്ര വലിയ പണിക്കാരത്തിയൊക്കെ ഇട്ട് കൊടുക്കണാര് ഇതാണ് കൈകോ ഇതാണ് ഇതാണ് കൈകാനിട്ട് മരിയക്കളല്ലേ നാത്തുമാര് ഉമ്മാക്ക് വെച്ചായിട്ട് നോക്കാണ്ട് വന്നതാണ്. വെച്ചായിട്ട് മേലെ അനങ്ങാതെ കിടക്കുക. കഥ കൊറേ പറഞ്ഞു. അവിടെ പോയ കാരണം അതൊക്കെ അറിയാനായി. ഇനിയിപ്പോ ഇങ്ങനെ നടന്ന് പറയാനായി അല്ലേ. ഞാൻ പറഞ്ഞു കഥ പഠിച്ച റബ്ബുണ്ടല്ലോ, റബ്ബ് കണ്ടോളൂ. അപ്പൊ റിക്കാത്താൻ എന്താ ചെയ്യാ കുഞ്ഞാപ്പോ. ഞാൻ പറഞ്ഞു ഞാൻ എന്തേലും ചെയ്താരാരുടെ ഞാൻ കുറച്ച് അടിച്ചു വരും ആവല്ലേ. അപ്പോഴാണ് കപ്പൂളും ചായം തന്നു. ഇടക്കിടക്ക് വരണട്ടാന്ന്. അവിടുത്തെ കണി ഇവിടെ അല്ല ഇത് ഇങ്ങനെ ഇനിയിപ്പോ എനിക്ക് മനസ്സിൽ നിന്ന് പോവില്ല 4 ആളോട് പറഞ്ഞില്ലെങ്കിലേ. ഞാൻ ആരോടും പറഞ്ഞിട്ടില്ലടാ. ഇനിയിവിടെ നാട് പോകുമ്പോ ഓരോരുത്തരെ കാണൂലേ. ഇല്ല ഞാൻ പറയില്ല, ഉമ്മാനോട് മാത്രം പറയാം. ഞാൻ പൈക്കൂടെ ഉമ്മ അവിടെ ഇല്ലല്ലോ. ആശാത്തടക്കേ ആശാത്താന്റെ മരയോള് വന്നിട്ടില്ലല്ലോ. അപ്പൊ ഇമ്മ ഇങ്ങനെ പറഞ്ഞു, ആശാന്റെ മരയോള് വന്നാവോ മരയോള് വന്ന കൊറക്കില്ല. എന്തായാവോ ഇനി വന്നിക്കണാവോ ലോഗ്യ അയക്കണാവോ. ഇനിയിപ്പോ ലോഗ്യ അയക്കണ്ടെങ്കിലും ഉമ്മാക്ക് സമാധാനം ഉണ്ടാവില്ല. ഇനി വന്നാലും ഉമ്മാക്ക് സമാധാനം ഉണ്ടാവില്ല. അങ്ങനെ ഉമ്മ കണ്ട് പോയിക്കാണ്. അപ്പൊ കണ്ടിട്ടില്ല കണ്ടില്ല. അങ്ങനെ കാണുക. അമ്മ ആശാത്താടല്ലേ. മരിയോള് അവിടെ ഉണ്ടായിരുന്നു. നല്ല ലോക്യത്തിലായിന്നാടാ. എന്നോട് ആരോട് പറഞ്ഞട്ടാ ഒരു നല്ല ലോക്യത്തിന് ആശാത്തി മരിയോള്. ഇമ്മ 4 ദിവസം അവിടെ പാത്രം മാറാൻ വേണ്ടി പോയി. പിന്നെന്താണാവോ ഇപ്പൊ മരിയോളാണ് പെട്ടെന്നുണ്ട് മരിയോൾക്ക് പോയത്രേ. അമ്മ പറയാ ആശാത്ത അറിയാത്രേ എന്റെ മരിയോൾക്ക് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. ഇപ്പൊ എന്താണാവോ ഓള് എന്റെ പെരേക്ക് പോകാനൊക്കെ പോയി. ആരോടും പറഞ്ഞ അങ്ങനെ തന്നെ ആവുന്നുള്ള ഉമ്മ പറഞ്ഞു ഏടാ പെണ്ണിട്ട് പൊപ്പിക്കണം. ഉമ്മ പറഞ്ഞു അത്ര ചെന്തിനാടി ഇങ്ങനെ സ്വർണ്ണം പണ്ടൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ അടിമ പോലെ നിൽക്കുന്നത്. 4 ദിവസം എന്റെ പെരയിൽ പോയി നിന്നൂടെ നമ്മ ഒരു ദിവസം പറഞ്ഞേക്കും തോന്നുന്നു. ചിലപ്പോ അങ്ങനെ പോയതാവൂലേ. അപ്പൊ ഇറുക്കാത്താന്റെ കാര്യം പറഞ്ഞ മാതിരിയേ നാത്തുമാരിങ്ങനെ ചെയ്യല്ലേ. അങ്ങനെ ഞാൻ പറഞ്ഞു ഇറുക്കാത്താനോട് ഞാൻ നാളെയും വരണ്ടിട്ടാറിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു പണിയൊക്കെ ഇല്ലാത്ത പെടക്കിടക്ക് ഇങ്ങോട്ട് വരണട്ടോ. അനക്ക് കിട്ടണത് അവിടെയും കൊടുക്കാം, അവിടുന്ന് കിട്ടണ അനക്കും കൊടുക്കാലോ. അല്ലടാ അടിച്ചോരും പാത്രം മോനും കൊടുത്താലേ നിങ്ങൾക്ക് തിന്നാനൊക്കെ. അപ്പൊ എന്നോട് അങ്ങനെ ചെല്ലാൻ പറഞ്ഞത്. നേരെ വെക്കാവും ചെയ്ത് ഇപ്പൊ നമ്മളിവിടെ റോഡ് പണി നടക്കുന്ന കാര്യം അങ്ങോട്ട് ഒന്നും പോകാൻ പറ്റുന്നില്ല. നബിസാത്താടക്കൊന്നും പോകാൻ പറ്റില്ല. നബിസാത്താന്റെ ആ ഭാഗത്ത് തന്നെയാണ് റോഡ് പണി. എന്നോട് പറയാൻ കൊറേ വർത്താനം പറഞ്ഞു അറിയാം. അവിടെ പിള്ളേര് മീൻ പിടിക്കണ്ടടാ. നോക്കിക്കായിരുന്നു. അല്ല ഞാനത് നോക്കി. ഇപ്പൊ എന്തൊരു വലിയൊരു ചൂണ്ടിലൊക്കെ ഇറങ്ങിട്ട് ഇങ്ങനെ ഇട്ടിട്ട് തവള അരി തള്ളണ്ടായിമേ. ചെക്കന്മാര് വലിയ ചെക്കന്മാരവിടെ പിടിച്ചോട്ടെ.
ആ ചെക്കൻ ഭയങ്കര കുഞ്ഞാപ്പോ അന്റെ ഉമ്മ വരുമ്പോ പോയിക്കോന്നാ വരെ പോയിക്കോ. ഞാനേ പോയിക്കോ, ഞാൻ ചെക്കന്മാർക്ക് തന്നെ പോട്ടെ, കണ്ണുണ്ടാവാൻ എന്നാ പോയിക്കോ.